ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഭാഗവതം ആണ് ഇന്ന് കഥയായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓരോ ദിവസം ഓരോ കഥയായിട്ട് പറയാം. അതിൻ്റെ ഒരാമുഖമായിട്ടൊരു കഥയായിട്ട് പറയുകയാണ് ഇന്ന്. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാ ധന്യാത്മാക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ആദി കാരണമായ പരമാനന്ദ സ്വരൂപത്തിൽ നിന്ന് ഊർന്നിറങ്ങിയ അമൃത് പാനം ചെയ്ത് ആലസ്യം തീരെ ഇല്ലാതെ എൻ്റെ മാനസകമലത്തിൽ വാഴുന്ന പൈങ്കിളിപ്പെണ്ണെ എന്നാണ് ഭാഗവതം ആദ്യമായിട്ട് പറയുന്നത്. അങ്ങനെയുള്ള ദിവ്യമായ ആനന്ദം അനുഭവിക്കുന്നതിന് എളുപ്പമായിട്ടുള്ളൊരു മാർഗം എന്താണ് എന്ന് ആണ് ഇവിടെ ചോദിക്കുന്നത്. അത് മാത്രമല്ല, നമ്മുടെയൊക്കെ ഈ മനുഷ്യജന്മം ഉണ്ടല്ലോ, ഈ മനുഷ്യജന്മം ഉപയോഗശൂന്യമായിട്ട് പോകുന്നതിന് മുമ്പ് എനിക്ക് ഇതിനെ കൊണ്ടുള്ള ഗുണം എന്ത് ചെയ്താലാണ് നമ്മൾ ഈ മനുഷ്യജന്മത്തിൽ മോക്ഷം കിട്ടുക എന്നുള്ളതൊന്ന് പറഞ്ഞു തന്നാലും എന്നാണ് ആദ്യമായിട്ട് തന്നെ ഇവിടെ പ്രതിപാദിക്കുന്നത്. അപ്പോൾ പല മഹർഷിമാരും പറഞ്ഞു വച്ചിട്ടുള്ള വേദാന്ത സാരങ്ങൾ പലർക്കും പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളിൽ കൂടിയാണ് ഭാഗവതം പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പറയേണ്ടത് പുരാണങ്ങളെ പറയുകയും കേൾക്കുകയും ചെയ്യുകയാണ് വേണ്ടത് എന്നാണ് ഇപ്പോൾ പറയണത്. പേരെടുത്ത പുരാണങ്ങൾ പലതും ഉണ്ട്. എങ്കിലും അവയിൽ ശ്രേഷ്ഠമായിട്ടുള്ളത് എന്താണ് എന്നാണ് പറയണത്. എന്താ അറിയോ? ഭാഗവതമാണ് എന്നാണ് പറയണത് അല്ലേ. 18 പുരാണമുണ്ട്, ഉപനിഷത്തുക്കളുണ്ട്, അങ്ങനെ ഒരുപാട് ഉണ്ട് അല്ലേ. 2 ഇതിഹാസങ്ങളുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ നന്നായിട്ട് അറിവ് കിട്ടുന്നത്, മോക്ഷത്തിലേക്കുള്ള എളുപ്പമാർഗവും ഭാഗവതാണ് എന്നാണ് പറയുന്നത്. പത്മപുരാണമുണ്ട്, അങ്ങനെ പലതും ഉണ്ട്. എല്ലാം നല്ലതാണ്. പക്ഷേ ഈ ആത്മതത്വം അറിയാൻ ഭാഗവതം തന്നെയാണ് നല്ലത് എന്നാണ് ഭൂരിപക്ഷം വിദ്വാൻമാരും പണ്ഡിതന്മാരും ആചാര്യന്മാരും ഒക്കെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ശാസ്ത്രങ്ങളിൽ മോക്ഷമാർഗമൊക്കെ ഉപദേശിക്കുന്നുണ്ട്. എന്നാൽ അവയൊന്നും തന്നെ ഈ ഭാഗവതത്തിനെ പോലെ ലാളിത്യം ഉള്ളവയല്ല. ഓരോ വിഭാഗത്തിൽ വരുന്ന ജനങ്ങൾക്കും മുക്തിമാർഗങ്ങൾ വേറെ വേറെയാണ് ഉപദേശിച്ചിട്ടുള്ളത്. എന്നാൽ എല്ലാ വർണ്ണങ്ങളിലും പെട്ടവർക്ക് എളുപ്പത്തിൽ മോക്ഷപ്രാപ്തിക്ക് ഉതകുന്ന ഒന്നാണ് ഭാഗവതം. വേദവ്യാസ മഹർഷി എത്രയും എളുപ്പം മോക്ഷം കിട്ടുന്ന രൂപത്തിലുള്ള ഭക്തിമാർഗം ഉപദേശിക്കാൻ വേണ്ടിയിട്ട് കീർത്തിമാന്മാരുടെ ചരിത്രങ്ങളും നാമങ്ങളും ധ്യാനത്തിലുള്ള ഉത്തമ മാർഗങ്ങളും ഒക്കെ എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വിശുദ്ധമാക്കി തീർത്തതാണ് ഭാഗവതം എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ കഥരൂപത്തിലാണ് പറയുന്നതെങ്കിലും ഓരോ വാക്കുകളും അർത്ഥവത്തായതാണ് എന്നാദ്യം മനസ്സിലാക്കുക. കഥയിലൊരു തത്വം ഉണ്ടായിരിക്കുമല്ലോ, അതാണ്. അപ്പോൾ അതിൽ രമിക്കാൻ വേണ്ടിയിട്ട് മറ്റ് കഥകളൊക്കെ ചേർത്തിരിക്കുന്നു. കഥയാണ് എല്ലാവർക്കും ഇഷ്ടം, പക്ഷെ അതിലൊരു തത്വം വേണം, അതാണ്. അങ്ങനെ ഈ ഭാഗവതത്തിൻ്റെ ആദ്യ ശ്ലോകമായിട്ട് കവിനായകനായ വേദവ്യാസൻ സർവജ്ഞനും ജഗത്കാരണനും ജ്ഞാനദാതാവും
അതുമാത്രമാണോ? അല്ല. പരമാനന്ദ സ്വരൂപനുമായ പരമാത്മാവിനെ തന്നെ മംഗളാചരണ രൂപത്തിൽ സ്തുതിക്കുന്നുണ്ട്. രണ്ടാമത്തെ പദ്യം കൊണ്ട് വസ്തുനിർദ്ദേശം ആണ് ചെയ്തിരിക്കുന്നത്. പരമപുരുഷാർത്ഥമായ മോക്ഷപ്രാപ്തിയും അതിലേക്ക് നയിക്കുന്ന ശുദ്ധായ ധർമ്മ നിഷ്ഠയും അനുഷ്ഠാനങ്ങളും ഒക്കെ ഇവിടെ ഭാഗവതത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു. അത് ശ്രവിക്കുമ്പോൾ തന്നെ ഭക്തി ഉണ്ടാവും. ഭക്തിയിലൂടെ എന്താ ഉണ്ടാവുക അറിയോ? മോക്ഷം ഉണ്ടാവും. അത് പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം അതിലൂടെ സുഖമായിട്ട് പ്രാമാണികമായ വേദാന്ത സാരത്തെ ഗ്രഹിക്കണം എന്ന് മൂന്നാമത്തെ പദ്യം കൊണ്ട് സമർത്ഥിച്ചിരിക്കുന്നു. ഒരു ഏകദേശ രൂപമാണ് ഭാഗവതത്തിനെ പറ്റി ഇവിടെ കഥരൂപത്തിൽ പറയണത്. ഈ വേദാകുന്ന കൽപ്പവൃക്ഷത്തിൻ്റെ ഫലം ശുകമുഖത്തിൽ നിന്ന് ആദരപൂർവ്വം നിപതിച്ച് അമൃത് വർഷിച്ച് ഭൂമിയിൽ കിടക്കുന്നുണ്ട്. പരമാത്മാവിൽ ലയിക്കുന്നത് വരെ ആ മഹാഭാഗവതമെന്ന അമൃതരസം രസികന്മാരായ ഭഗവത് ഭക്തന്മാർ ആവോളം പാനം ചെയ്താലും എന്നാണ് പറയുന്നത്. എല്ലാവർക്കും ഇത് പാനം ചെയ്യാൻ കഴിയില്ല. എന്ത് വേണം? രസികന്മാരായ ഭഗവത് ഭക്തന്മാർക്ക് മാത്രമേ അത് പാനം ചെയ്യാൻ കഴിയൂ. അപ്പോൾ ഈ ശാരിക പൈതലെ സംസാര ദുഃഖം തരണം ചെയ്യാൻ ഉതകുന്ന രൂപത്തിൽ എത്രയും വേഗം നീ ഭാഗവത കഥ പറഞ്ഞാലും എന്നാണ് പറയണത്. അപ്പോൾ പറയുന്നുണ്ട് ശാരിക പൈതൽ എന്താ പറയണേ? എനിക്കിപ്പോൾ ഇവിടെ ഈ കഥ പറയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. മാധുര്യം ഏറുന്ന കഥ പറയാതിരിക്കാൻ മാത്രം മൂഢത്വം എനിക്കില്ല. അങ്ങനെ ഇത്തരം കഥകൾ പറയാൻ സമർത്ഥരായ കവിശ്രേഷ്ഠന്മാർ ധാരാളം ഉണ്ടേനും അവരുടെ മുമ്പിൽ ഞാൻ പറയുന്നത് പിഴയ്ക്കോ എന്നൊരു ശങ്ക മനസ്സിലുണ്ട് എന്ന് പറയുകയാണ് ഈ ശാരിക പൈതലേ. വേഗത കൂടിയ ഗരുഡൻ അനന്തൻ്റെ മുമ്പിൽ പറക്കുമ്പോൾ ചെറുപ്രാണികളായ ഈച്ച മുതലായ തങ്ങൾ സമർത്ഥരല്ലെന്ന് കരുതി അടങ്ങിയിരിക്കുന്നില്ലല്ലോ. അവരും പാർന്നു. പക്ഷെ ഗരുഡനെ പോലെ സ്പീഡ് ഉണ്ടാവില്ല എന്ന് മാത്രം. തന്നാലായത് താൻ ചെയ്യുമെന്ന രീതിയിൽ അവയൊക്കെ പറയുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. അതേപോലെ എന്നാലാവും വണ്ണം ഞാനും ഭഗവത് കഥ ചുരുക്കി പറയാൻ ശ്രമിക്കാം എന്നാണ് ഇവിടെ ശാരിക പൈതൽ പറയണത്. ഇവിടെ ആദ്യം എന്ത് തുടങ്ങുമ്പോഴും വിഘ്നേശ്വരൻ, സരസ്വതീ ദേവി, വിഷ്ണു ഭഗവാൻ, പിന്നെ വ്യാസമഹർഷി, ദേവന്മാർ, ബ്രാഹ്മണർ, നാരദർ എല്ലാവരും എനിക്ക് ദുഃഖകറ്റി മംഗളം നൽകണേ എന്നാണ് ആദ്യത്തെ പ്രാർത്ഥന. ശ്രീ വേദവ്യാസൻ രചിച്ച പുരാണങ്ങളിലെ മഹാഭാഗവതത്തിൻ്റെ സാരം സച്ചിത് സ്വരൂപവും സത്വാത്മകവും ജ്ഞാനസ്വരൂപവും മാത്രമല്ല അന്തമില്ലാത്തതുമാണ് എന്നാണ് പറയണത് ഭാഗവതം. അതിനെ ഞാൻ ആവോളം ഉപാസിച്ച് ഈശ്വരനും ലോകവും ഭിന്നമല്ലെന്ന് മനസ്സിലാക്കി. ഈശ്വരൻ തന്നെയാണ് ഗുരു എന്ന് മനസ്സിലാക്കിയിട്ട് ആ പാദപത്മങ്ങളെ എന്നിൽ അങ്ങോട്ട് ഉറപ്പിച്ചു. ഗുരുകൽപ്പന അനുസരിച്ച് ഈശ്വരനും പ്രപഞ്ചവും ഗുരുവും ഞാനും ഒന്നാണെന്ന് കണ്ടു. അപ്പോഴോ എന്നെ അല്ലാതെ ഒന്നും ഞാൻ കണ്ടില്ല. മായാനിർമ്മിതമായ ബഹുതത്വങ്ങൾ തീരെ ഇല്ലാണ്ടായി. ഇത് മനസ്സിലാക്കാനുള്ള ഉപായം ഇത് തന്നെയാണ്. അനന്യ മനസ്കരായിട്ട് ഇത് തന്നെ കേട്ടുകൊണ്ടിരിക്കണം. അപ്പോഴാണ് ഇതിൻ്റെ പൊരുൾ മനസ്സിലാവുള്ളൂ. ഭാഗവതത്തിൻ്റെ നൈമിഷാരണ്യത്തിലെ വിഷ്ണു ക്ഷേത്രത്തിലെ ശൗനകാദികളായ മഹർഷിമാരെ സ്വർഗപ്രാപ്തിക്കായിട്ട് യാഗം ആരംഭിച്ചു. അങ്ങനെ സൽഗതി ഉണ്ടാവാനും അതുതന്നെയാണല്ലോ കാരണം.
1000 സംവത്സരം കഴിഞ്ഞപ്പോൾ വേദവ്യാസ ശിഷ്യനായ സൂതൻ അവിടേക്ക് ചെന്നു. മുനികൾ അദ്ദേഹത്തെ നന്നായി സൽക്കരിച്ച് ഇരുത്തി, ഉപചരിച്ചൊക്കെ ഇരുത്തി. എന്നിട്ട് അവർ പറഞ്ഞു, പുണ്യവാനായ അങ്ങയുടെ ആഗമനം കൊണ്ട് ഞങ്ങൾ ധന്യരായി. അതാണല്ലോ, ശ്രേഷ്ഠന്മാരായവർ വന്നു കഴിഞ്ഞാൽ ആ പാദസ്പർശം ഏറ്റാൽ അവിടെ പുണ്യഭൂമിയായി. ധർമ്മശാസ്ത്രം, പുരാണം, ഇതിഹാസങ്ങളെല്ലാം അങ്ങേക്ക് നല്ല എണ്ണം അറിയാമല്ലോ എന്ന് പറഞ്ഞു. സൂതൻ അറിയാത്തതായിട്ടൊന്നുമില്ല. വേദാന്ത വേദങ്ങൾ എല്ലാം അറിയുന്ന വ്യാസമഹർഷിയുടെ അടുത്ത് വിദ്യാഭ്യാസം ലഭിച്ച സൂതൻ ഇവിടേക്ക് വന്നത് ഞങ്ങൾക്കൊരനുഗ്രഹമാണ് എന്ന് അവർ പറഞ്ഞു. സ്നേഹക്കൂടുതലുള്ള ശിഷ്യന്മാർക്ക് അതീവ രഹസ്യമായ കാര്യങ്ങൾ പോലും ഗുരുക്കന്മാർ ഉപദേശിക്കും, അല്ലേ? അങ്ങനെയാണ് പതിവ്. അത് ആ വൈഭവം കേൾക്കാനുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് വ്യാസമഹർഷിക്ക് അങ്ങയിൽ അതിരറ്റ വാത്സല്യമുണ്ട്. എന്താണ് ഈ ലോകത്തിൽ വ്യക്തിക്ക് ഉപകരിക്കുന്നതായിട്ടുള്ളത് എന്നാണ് അങ്ങയുടെ അഭിപ്രായം? അതൊന്ന് പറയാൻ പറഞ്ഞു. ഈ കലികാലത്ത്, ഇപ്പോൾ കലികാലം തുടങ്ങിയിട്ട് കുറച്ച് വർഷമായി, മനുഷ്യർ പലതരത്തിലുള്ള പീഡനങ്ങളാൽ ദുഃഖിതരായി കാണുകയാണ്, അല്ലേ? മിക്കവാറും എല്ലാവരും അല്പായുസ്സുകളുമാണ്. അത് മാത്രമല്ല, അല്പബുദ്ധികളുമാണ്. അങ്ങനെ അല്പഭാഗ്യവന്മാരും ആയിട്ടാണ് കാണുന്നത്. ഒന്നുകൊണ്ടും മറ്റുള്ള യുഗങ്ങളെ പോലെ കലിയുഗത്തിൽ കാണാനില്ല. എന്നാൽ കേൾക്കേണ്ടതായിട്ട് ധാരാളം കാര്യങ്ങൾ ഉണ്ട്. എങ്കിലും സമയക്കുറവ് കൊണ്ട് അവയൊന്നും വർണ്ണിക്കാൻ സാധ്യമല്ല എന്ന് ഇവിടെ പറയുന്നു. യാതൊന്നുകൊണ്ടാണോ എല്ലാവർക്കും ബുദ്ധി തെളിഞ്ഞു വരുന്നത്? അത് അത്യന്ത സുന്ദരമായ ആ വസ്തുവിനെ കുറിച്ചിട്ട് ഒന്ന് ചുരുക്കി പറഞ്ഞാലും എന്ന് പറയുകയാണ്. ഈ കലികാലത്തിൽ നമുക്ക് കേൾക്കേണ്ടതും കാണേണ്ടതും അനുഷ്ഠിക്കേണ്ടതായ കാര്യമൊക്കെ എന്ന് പറഞ്ഞു തരാൻ പറയുകയാണ്. മഹാവിഷ്ണു ദേവകിയിൽ വസുദേവന് പിറന്ന കഥ ഞങ്ങൾക്ക് കേൾക്കണമെന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഭാഗവതം ആദ്യം ഒരു മുഖവുര പോലെ നമുക്ക് ഭാഗവതം കേട്ട് കഴിഞ്ഞാലാണ് പിന്നുള്ള കഥകളിലേക്കൊക്കെ ഇറങ്ങിച്ചെല്ലാൻ പറ്റൂ. അപ്പോൾ ഈ എല്ലാറ്റിലും വെച്ചിട്ട് നല്ലത് ആ കഥയാണ് എന്നാ പറയുന്നത്. എന്താണ്? വിഷ്ണു ദേവകിയിൽ വസുദേവപുത്രനായിട്ട് പറഞ്ഞ കഥ. അതാണ് കേൾക്കാൻ പറ്റണത് ഈ കലികാലത്തിൽ. വിഷ്ണുവിൻ്റെ നാമങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അറിയാതെ തന്നെ ഉച്ചരിച്ചാൽ പോലും മോക്ഷം കിട്ടും. ആത്മശുദ്ധിയിൽ കൊതിയുള്ളവർക്കൊക്കെ പരമാത്മാവായ കൃഷ്ണൻ്റെ കഥ കേൾക്കാൻ ആഗ്രഹം ഉണ്ടാവും, അല്ലേ? അതാർക്കാണ്? സാധാരണക്കാർക്കൊന്നും ഉണ്ടാവില്ല. ആത്മശുദ്ധി ഉള്ളവർക്കേ ഉണ്ടാവൂ. രസജ്ഞന്മാരായവർക്ക് അത് വീണ്ടും 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 കേൾക്കണം എന്ന ആഗ്രഹം ഉണ്ടാവും. എല്ലാവർക്കും ഉണ്ടാവില്ല. അപ്പോൾ ഇതിനപ്പുറം ആസ്വാദ്യമായി മറ്റൊന്നിട്ടില്ല താനും. ഈ ശ്രീകൃഷ്ണ കഥ എത്ര കേട്ടാലും മതി വരില്ല. അതുകൊണ്ട് എത്രയും വേഗം കഥ പറഞ്ഞു തുടങ്ങിക്കൊള്ളാൻ പറയുകയാണ്. കലിയുഗം ആരംഭിക്കുന്നു എന്നതുകൊണ്ടാണ് ഞങ്ങൾ വിഷ്ണു ക്ഷേത്രത്തെ അഭയം പ്രാപിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ വിഷ്ണുവിൻ്റെ കഥ കേൾക്കാൻ എന്താണ് മാർഗം എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ശിവകൃപ കൊണ്ട് അങ്ങ് വന്നത് എന്നാണ് അവർ പറയണത്. അങ്ങനെ അങ്ങയെ കണ്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ദുഃഖം കൂടുതലും നശിച്ചിരിക്കുന്നു. അപ്പോൾ സൂതൻ എന്താ പറഞ്ഞറിയോ? ഞാൻ ഭാഗവതം ഉപദേശിച്ചു തരാം.
അങ്ങനെ സൂതൻ നൽകുന്ന ഭാഗവതോപദേശം മുനിമാരുടെയൊക്കെ വാക്ക് കേട്ടപ്പോൾ സൂതന് സന്തോഷമായി. ആ സന്തോഷവാനായ സൂതൻ പറഞ്ഞു, ആരെങ്കിലും ചോദിക്കണമല്ലോ, അപ്പോഴല്ലേ പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. ഒരാൾ ചോദിക്കാതെ തന്നെ അങ്ങനെ പറയാൻ വയ്യല്ലോ. അപ്പോഴാണ് ഇവരുടെ ആഗ്രഹപ്രകാരം, ഈ മുനിമാരുടെ ആഗ്രഹപ്രകാരം സൂതൻ ഭാഗവത ഉപദേശം തുടങ്ങണത്. എന്താ പറയണ അറിയോ? ഞാൻ ശ്രീശുഖമുനിയെ വന്ദിക്കുന്നു എന്ന് പറഞ്ഞു. ആദ്യം അതാണല്ലോ വേണ്ടത്. എന്നും എന്നെക്കുറിച്ച് നന്നായി ഓർത്താലും ആധ്യാത്മപ്രദീപകമായ വേദങ്ങളുടെ സാരസർവസ്വമായ പുരാണങ്ങളിൽ ഏറ്റവും പ്രധാനം ഭാഗവതമാണ്. അത് രചിച്ചത് വേദവ്യാസ മഹർഷിയാണ്. മാലോകർക്ക് എല്ലാവർക്കും മംഗളം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇത് രചിച്ചത്. മഹർഷിമാരെ, നിങ്ങളെ ഉന്നയിച്ച ഈ ചോദ്യം ലോകത്തിൽ എല്ലാവർക്കും ഉപകാരപ്രദമാണ്. അതാണ് ചോദിച്ചത്. ഭഗവാന്റെ കഥ കേൾക്കാൻ ആഗ്രഹം തോന്നിയത് തന്നെ എന്തിനാണ്? എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാണേ. തോന്നിയത് തന്നെ അതുകൊണ്ടാണ്. മനുഷ്യനായി ജനിച്ചാൽ എന്താ വേണ്ടേ? മാധവനിൽ ഉറച്ച ഭക്തി ഉണ്ടാവണം. ഇല്ലെങ്കിൽ ഈ ജന്മം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ജ്ഞാനവും അതിലൂടെ വൈരാഗ്യവും ഉണ്ടാക്കി മനസ്സിന് സന്തോഷം നൽകാൻ എന്തിനേ കഴിയുള്ളൂ? ഭഗവത് കഥയ്ക്കേ കഴിയുള്ളൂ. വേദോക്തമായ രീതിയിൽ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചാലും വിഷ്ണു ഭക്തി ഇല്ലെങ്കിൽ കർമ്മഫലം അനുഭവിക്കാൻ കഴിയില്ല. വേദങ്ങൾ, ശാസ്ത്രങ്ങൾ, ഉപനിഷത്തുക്കൾ എല്ലാം പഠിച്ച് സർവജ്ഞനായ ഒരാളാണ് എങ്കിൽ പോലും കൃഷ്ണകഥയിലെ അഭിരുചി മനസ്സിൽ കുറഞ്ഞു പോയാൽ അറിവ് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. വിഷ്ണു പ്രസാദിച്ചില്ലെങ്കിൽ എന്ത് പ്രവൃത്തി ചെയ്തിട്ടും എന്താ കാര്യം? ഒരു കാര്യവും ഇല്ല. മോക്ഷദായകനായ വിഷ്ണുവിനെ കുറിച്ചിട്ട് തന്നെയാണ് കേൾക്കേണ്ടതും പറയേണ്ടതും ഓർക്കേണ്ടതും. മാത്രമല്ല പൂജിക്കേണ്ടതും അദ്ദേഹത്തെ തന്നെയാണ്. അല്പമെങ്കിലും അറിവ് മനസ്സിലുള്ള ഒരാൾ വിഷ്ണുവിനെ കുറിച്ച് കേട്ട കാര്യം മറക്കുമോ? ഇല്ല. പുണ്യതീർത്ഥങ്ങളിലൊക്കെ സഞ്ചരിച്ച് സജ്ജനങ്ങളുമായിട്ട് സമ്പർക്കം പുലർത്തി ദുഷ്ടന്മാരിൽ നിന്ന് അകന്ന് നിൽക്കുന്നവന് തീർച്ചയായിട്ടും വിഷ്ണു ചരിതങ്ങൾ കേൾക്കാൻ ആസക്തി ഉണ്ടാവും. ആസക്തി ഉണ്ടായാലോ കേൾക്കാൻ അവസരം ഉണ്ടാവും. എന്താ വേണ്ടത്? നമുക്ക് ആഗ്രഹം വേണം, അപ്പോഴേ അവസരം ഉണ്ടാവൂ. അങ്ങനെ മനസ്സ് ശുദ്ധമായി തീരും. ശുദ്ധമായ മനസ്സിലാണ് അച്യുതൻ കുടികൊള്ളുള്ളൂ. അച്യുതൻ കുടികൊണ്ടാലോ നിശേഷം സൗഖ്യം ഉണ്ടാവും, അല്ലേ? നിശേഷ സൗഖ്യം ഉണ്ടാവും. അതുകൊണ്ട് വിഷ്ണുവിൻ്റെ പാദാരവിന്ദങ്ങളെ ആവുന്നത്ര മനസ്സിൽ അങ്ങോട്ട് ഉറപ്പിക്കണം. നിർഗുണനും സർവലോകങ്ങൾക്കും ആശ്രയഭൂതനായ സത്വം എപ്പോഴും നിഷ്കളങ്കനായി തന്നെ നിലനിൽക്കും. സച്ചിദാനന്ദ സ്വരൂപനായ അതിൽ നിന്നാണ് ആദ്യമായിട്ട് മായ ഉണ്ടായത് എന്നാണ് പറയുന്നത്. നമ്മളൊക്കെ കേട്ടിട്ടേ ഉള്ളൂ മായ മായ എന്ന്. ഇതുണ്ടായത് സച്ചിദാനന്ദ സ്വരൂപായ സത്വത്തിൽ നിന്നാണ്. യഥാർത്ഥത്തിൽ അതിന് ആ മായയോട് സംഘം ഇല്ലെങ്കിലോ എപ്പോഴും അവളോടൊപ്പം തന്നെ കഴിയും. അവ്യക്തമായ പരബ്രഹ്മരൂപത്തിന് സുവ്യക്തമായ പുരുഷരൂപം തോന്നിക്കുന്നതും ഈ മായ കൊണ്ട് തന്നെയാണ്. നമുക്ക് ഈ ബ്രഹ്മം തന്നെ ഉണ്ടെന്ന് തോന്നിക്കാൻ കാരണം എന്താ? മായയാണ്. പാലാഴിയിൽ യോഗനിദ്ര കൊള്ളുന്ന പരമാത്മാവിൻ്റെ നാഭിയിൽ നിന്നൊരു ദിവസം ഒരു താമരപ്പൂ ഉണ്ടായി. അതിലാണ് ബ്രഹ്മാവ് ജനിച്ചത്. ബ്രഹ്മാവിൻ്റെ അവയവങ്ങളിൽ നിന്ന് ലോകങ്ങളൊക്കെ ഉണ്ടായി. അവിടെ പ്രജകളെ സൃഷ്ടിച്ചു. അവരെ രക്ഷിക്കാനായിട്ട് സ്വാംശങ്ങളെ കൊണ്ട് വിഷ്ണു അവതരിച്ചു. ആദ്യത്തെ അവതാരം 4 അംശങ്ങളെ കൊണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഈ 4 അംശങ്ങൾ? സനകൻ,
സനാതനൻ, സനൽകുമാരൻ. 4-5 വയസ്സ് പ്രായമായപ്പോൾ തന്നെ അവർ 4 വേദങ്ങൾ മുഴുവനായിട്ടാണ് അഭ്യസിച്ചു. ഈ സനൽകുമാരന്മാർക്ക് എന്നും 5 വയസ്സാണ്. അവരൊരുമിച്ച് പലയിടത്തും സഞ്ചരിച്ചു. ബ്രഹ്മചര്യത്തിൻ്റെ കരുത്ത് കാട്ടിക്കൊടുക്കാനാണ് 4 പേരും ഒരുമിച്ച് അവതരിച്ചതും ഒരുമിച്ച് സഞ്ചരിക്കുന്നതും. അതിനുശേഷം പന്നിയായി പിറന്ന് ഹിരണ്യാക്ഷനെ കൊന്ന് ഭൂമിയെ വെള്ളത്തിൽ നിന്ന് ഉയർത്തിയെടുത്തു. ഇതൊക്കെ വിഷ്ണു ഭഗവാന്റെ അവതാരങ്ങളിൽ പെടുന്നു. സത്വഗുണത്തിൻ്റെ വിശുദ്ധി ലോകത്തിന് കാട്ടിക്കൊടുക്കാൻ സാത്വികനായ നാരദമുനിയായി. അങ്ങനെ തപസ്സിൻ്റെ ശക്തി ഭൂമിയിൽ കാണിച്ചു കൊടുക്കാൻ നരനാരായണന്മാരായിട്ട് ജനിച്ചു. സാഖ്യം, യോഗം മുതലായ മനുഷ്യർക്ക് ഉപദേശിക്കാൻ വേണ്ടിയിട്ട് കപില മഹർഷിയായിട്ട് അവതാരം ചെയ്തു. ദത്താത്രേയനായി അത്രിപത്നിയായ അനസൂയയിൽ പിറന്ന് ദണ്ഡനീതികളൊക്കെ പഠിപ്പിച്ചു. സജ്ജനങ്ങളെ സേവിക്കാൻ വേണ്ടി യജ്ഞനായും അവതരിച്ചു. അതിനുശേഷം ദുഷ്ടനിഗ്രഹത്തിന് ദേവേന്ദ്രനായും നാഭിയുടെയും മേരുവിൻ്റെയും പുത്രനായ രാജാവായ ഋഷഭനായി അവതരിച്ചു. ഭൂമിയെ ഫലഭൂയിഷ്ടമാക്കി കറന്നെടുക്കാൻ പൃഥുവായി അവതരിച്ചു. പ്രളയകാലത്ത് മത്സ്യമായി അവതരിച്ചു. വേദങ്ങളെയൊക്കെ വീണ്ടെടുത്തു. ദേവന്മാരുടെ ജരാനരകൾ തീർക്കുന്നതിന് അസുരന്മാരുമായി ചേർന്ന് പാലാഴി കടഞ്ഞ് മന്ധരപർവ്വതം ഉയർത്താൻ ആമയായി സമനില പാലിക്കാൻ മീതെ പക്ഷിയായി നിന്നു. ഭൂമിയിലെ ആയുർവേദത്തെ ഉപദേശിക്കാൻ ധന്വന്തരിയായി അവതരിച്ചു. അസുരന്മാരെ കബളിപ്പിച്ച് അമൃത് സ്വന്താക്കാൻ മോഹിനി വേഷം പൂണ്ടു. വിഷ്ണുഭക്തനായ പ്രഹ്ലാദനെ രക്ഷിക്കാൻ നരസിംഹമൂർത്തിയായി, മഹാബലിയെ വഞ്ചിക്കാൻ വാമനനായും, ബ്രാഹ്മണരെ അനുസരിക്കാത്ത രാജാക്കന്മാരെ നശിപ്പിക്കാൻ പരശുരാമനായും, രാവണ നിഗ്രഹത്തിന് രാമനായും അവതരിച്ച വിഷ്ണു തന്നെയാണ് രേവതീ രമണനും മദ്യപനുമായ ബലഭദ്രനായതും ദേവകീസുതനായ ശ്രീകൃഷ്ണനായി അവതരിച്ചതും. മഹാവിഷ്ണുവിൻ്റെ അവതാരം തന്നെ. കലിയുഗ ആരംഭത്തിലെ ജിനസുതനായ ബുദ്ധനായി ജനിച്ച അദ്ദേഹം കലിയുഗ അവസാനത്തിലെ കൽക്കിയായി അവതരിച്ചു. ഉത്തമന്മാരായ മഹർഷിമാരെ, ദേവന്മാരെ, മനുക്കളെ, പ്രജാപതികളെ, ശ്രേഷ്ഠന്മാരായ മനുഷ്യര്, ഇങ്ങനെ അസംഖ്യമാണ് അവതാരങ്ങൾ. പ്രപഞ്ചം മുഴുവൻ ഈശ്വരമയമാണ്. പ്രപഞ്ചത്തിന് കാരണം മായയാണ്. പരബ്രഹ്മം സകലത്തിനും സാക്ഷിയായി വർത്തിക്കുന്നു എന്നും മനസ്സിലാവുമ്പോൾ ആത്മജ്ഞാനം ഉണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ വിവരിക്കുന്ന മഹാഭാഗവതം ശ്രീ വേദവ്യാസൻ രചിച്ച് ശ്രീശുകനെ പഠിപ്പിച്ചു. ആശകളില്ലാത്ത ശുകൻ ഗംഗാതീരത്ത് ഉപാസന അനുഷ്ഠിച്ച് കഴിയുന്ന പരീക്ഷത്തിനെ ഇക്കഥ അറിയിച്ചു. വേദവ്യാസന് നാരദൻ ചെയ്ത ഭാഗവത ഉപദേശം ആണ്. ഇത്രയൊക്കെ കേട്ടപ്പോൾ ശൗനക മഹർഷിക്ക് സൂതനോട് ചോദിക്കാനൊരു ചോദ്യം തോന്നി. എന്താ ചോദിച്ചത് അറിയോ? ഏത് കാലത്താണ് വേദവ്യാസൻ ഭാഗവതം രചിച്ചത്? ആര് പറഞ്ഞിട്ടാണ് ഈ ഭാഗവത രചന ഉണ്ടായത്? അത് മാത്രമല്ല, എവിടെ വച്ചിട്ടാണ് രചിച്ചത്? എഴുതാനുണ്ടായ കാരണം എന്തായിരുന്നു? ലൗകിക കാര്യങ്ങളിൽ ഒന്നും താല്പര്യമില്ലാത്ത ശ്രീശുകൻ എന്തിനാണത് പഠിച്ചത്? പരീക്ഷത്തിൻ്റെ ഉപവാസത്തിന് കാരണം എന്തായിരുന്നു? ഇങ്ങനെയാണ് ശ്രീശുകനെ കണ്ടെത്തിയത്. എവിടെ വെച്ച് എങ്ങനെയാണ് ശ്രീശുകനെ കണ്ടത്? ഇങ്ങനെ പല സംശയങ്ങൾ ഉണ്ടായി. അപ്പോൾ സൂതൻ പറഞ്ഞു, കേട്ടോളൂ. ദ്വാപരയുഗത്തിൽ സത്യവതിയിൽ പരാശരപുത്രനായ കൃഷ്ണദൈവായനായി മഹാവിഷ്ണു അവതരിച്ചു.
അതാണ് ആദ്യം ഉണ്ടായ ഇത്. ഉടനെ എന്താ ചെയ്തറിയോ? സരസ്വതി തീരത്തെ പ്രാപിച്ച് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് തപസ് ചെയ്യാനാണ് പോയത്. കലിയുഗം അടുത്ത് വന്നിരിക്കുന്നു എന്നും ധർമ്മനിഷ്ഠയിൽ കുറവുണ്ടാവും എന്നും അദ്ദേഹം അന്ധകരണ ശക്തി കൊണ്ട് മനസ്സിലാക്കി. ധർമ്മരക്ഷണത്തിനായിട്ട് അദ്ദേഹം വേദങ്ങളെ 4ആയിട്ടാണ് വിഭജിച്ചു. അങ്ങനെ 4 ശിഷ്യന്മാരെയാണ് പഠിപ്പിച്ചു. ഈ 4 വേദവും. വേദതത്വങ്ങളെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പുരാണങ്ങൾ ഉണ്ടാക്കിയത് അങ്ങനെയാണ്. എന്നിട്ടും മനസ്സിന് ഒരു തൃപ്തി ഉണ്ടായില്ല. എന്താണ് ഇപ്പം ഇതിനുള്ള കാരണം എന്നിങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ നാരദ മുനിയെ കാണാനിടയായി. ഇതൊക്കെ രചിച്ചിട്ടും മനസ്സിനൊരു തൃപ്തി അങ്ങോട്ട് വന്നില്ല. അപ്പോഴാണ് നാരദ മുനിയെ കണ്ടത്. സന്തോഷത്തോടെ അർഘ്യപാദ്യാദികളെ കൊണ്ട് അദ്ദേഹത്തെ സ്വീകരിച്ച് ഇരുത്തി കുശലപ്രശ്നങ്ങളൊക്കെ ചെയ്തു. അപ്പം നാരദർ പറഞ്ഞു, ഋഗ്വേദം യജുർവേദം മുതലായവ ലോക നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് എന്ന് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. അതിൽ ഒരു തർക്കമില്ല. ഭഗവാന്റെ കീർത്തിയോടെ അത് സമർപ്പണം ചെയ്യുന്നതും വളരെ ഉത്തമം തന്നെയാണ്. ഭഗവാന്റെ യശസ്സോടു കൂടിയല്ലാത്ത ഒരു പ്രബന്ധവും ശോഭിക്കുകയുമില്ല. അപ്പോൾ കവിശ്രേഷ്ഠനാണ് വേദവ്യാസനെ. അങ്ങനെയുള്ള അങ്ങയുടെ മനസ്സിലെ മാലിന്യങ്ങളൊക്കെ തുടച്ച് നീക്കപ്പെടാത്തത് അതുകൊണ്ടാണ്. അങ്ങയുടെ രചനകളൊക്കെ ലോകത്തിന് അനുഗ്രഹപരമാണ്. സർവ്വലോകത്തിൻ്റെയും അധിപനായ ഭഗവാന്റെ യശസ്സിനെ പ്രകീർത്തിക്കുന്ന സർവസമ്മതനായ ഒരു പുരാണം കൂടി രചിക്കണം. അപ്പോൾ മനസ്സ് പരമാത്മാവിൽ ലയിച്ച് ആത്മജ്ഞാനം ഉണ്ടാവും. അപ്പോഴോ മനസ്സിൻ്റെ മാലിന്യങ്ങളും നിശേഷം ഇല്ലാതാവും. അപ്പോൾ നാരദ മഹർഷി പറഞ്ഞു, ഞാനൊരു ശൂദ്രനായിരുന്നു. നിറഞ്ഞ ഭക്തിയോടെ പണ്ട് സന്യാസിമാരെ പൂജിച്ചത് കൊണ്ട് എനിക്ക് ആത്മജ്ഞാനത്തിൽ താല്പര്യം ജനിച്ചു. എല്ലാത്തിനും ഒരു കാരണം ഉണ്ടാവുമല്ലോ. ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഒരു കാരണം ഉണ്ടാവും. അപ്പോൾ ശൂദ്രനായിട്ട് കൂടി എനിക്ക് എന്താ ഉണ്ടായത്? ഭഗവത് ഭക്തിയിൽ ജ്ഞാനമുണ്ടായി. അങ്ങനെ അമ്മ മരിച്ചപ്പോഴോ ശേഷക്രിയകളൊക്കെ ചെയ്തിട്ട് ദുഃഖലേശം ഇല്ലാതെ സർവസംഘ പരിത്യാഗിയായിട്ട് ഭഗവാനെ മാത്രം ഭജിച്ച് വനത്തിൽ വസിച്ചു. അങ്ങനെയാണ് നാരദ മഹർഷി എങ്ങനെയാണ് ഭക്തനായെന്നാണ് ഇവിടെ പറയണത്. ധ്യാനത്തിൽ ലഭിക്കേണ്ട ഈശ്വര രൂപം കാണാതെ ഞാൻ പരിഭ്രമിച്ചു. കുറേയൊക്കെ തപസ് ചെയ്തിട്ടും അദ്ദേഹത്തിന് കാണാൻ പറ്റിയില്ല. അപ്പോൾ ഒരശരീരി വാക്ക് കേട്ടു നാരദ മഹർഷി. എന്താ കേട്ടത്? നിനക്ക് ഈ ജന്മത്തിൽ എന്നെ കാണാൻ അവകാശമില്ല. പിന്നീട് അതിനവസരം തനിയേ ഉണ്ടായിക്കൊള്ളും. സന്തുഷ്ടനായിട്ട് ഞാൻ ഭഗവത് നാമങ്ങൾ അങ്ങനെ പാടി പലയിടത്തും നടന്നു എന്ന് നാരദ മഹർഷി പറയുന്നു. കാലസ്വരൂപൻ കാലം കൊണ്ട് എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കും. എല്ലാത്തിൻ്റെ ഒരു കാലുണ്ടേ. നമ്മൾ തിടുക്കപ്പെട്ടതിനെ കൊണ്ട് ഒരു കാര്യവുമില്ല. ഓരോ കാലത്തിനനുസരിച്ചിട്ടാണ് എല്ലാം നടക്കൂ. ഈ പ്രകാരത്തിൽ ആത്മചൈതന്യത്തിൻ്റെ പാദാഗ്രം കാട്ടിക്കൊടുത്തിട്ട് കാലടി മാത്രം കാട്ടിക്കൊടുത്തു. എന്നിട്ടോ അങ്ങനെ കാട്ടിക്കൊടുത്തിട്ട് നാരദൻ അവിടുന്ന് പോയി. വേദവ്യാസൻ സരസ്വതീ തീരത്തെ പർണശാലയിൽ കുറേ കാലം ധ്യാനം ചെയ്ത് ബ്രഹ്മത്തെയും മായയെ മറികടക്കാനുള്ള ഭക്തിയോഗത്തെയും മനസ്സിലുറപ്പിച്ച് മുക്തിമാർഗത്തെ പ്രതിപാദിക്കുന്ന ശ്രീഭാഗവതം അങ്ങനെയാണ് രചിച്ചത്. ആ രചിച്ചത് ശ്രീശുകൻ പഠിച്ചു. ഹരേ കൃഷ്ണ. ഇനി ബാക്കി ഭാഗം നാളെ നമുക്ക് കഥാരൂപത്തിൽ പറഞ്ഞു തരാം. ഹരേ കൃഷ്ണ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേൽ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഈ കഥ കേൾക്കുന്ന
എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ കഥ ഇവിടെ ഉപസംഹരിക്കുന്നു. ശ്രീ ഹരയേ നമഃ.